RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UCL സെമി ഫൈനലിലെ പവർ റാങ്കിങ്ങിനെ കുറിച്ചാണ്. ഇനി ഇതുവരെ സെമി ഫൈനലിലെ 4 ടീമുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പവർ റാങ്കിങ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണ ഒന്നാം പാദത്തിൽ 4-0 ബൊറൂസിയോട് വിജയിച്ചു. പക്ഷെ രണ്ടാം ഭാഗത്തിൽ വന്നിട്ട് 3-1 പരാജയപ്പെട്ടിട്ട് അവര് അഗ്രിഗേറ്റില് 5-3 അഗ്രിഗേറ്റില് സെമി ഫൈനലിലോട്ട് കയറി. അടുത്ത കളി നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക് വിസസ് ഇന്റർ മിലാൻ ആയിരുന്നു. ഇന്റർ മിലാന് ബയൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിയിട്ട് ഇവിടെ ഇന്ററിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് 2-2 സമനിലയായി. അതെ, അപ്പൊ ഒരു ഗോളിന്റെ അഗ്രിഗേറ്റില് അവര് ഇന്റർ സെമി ഫൈനലിലെത്തി. അടുത്ത കളി നോക്കുകയാണെങ്കിൽ PSG വിസസ് ആസ്റ്റൺ വില്ല. PSG യുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് 3-1 വിജയിച്ചു. ആസ്റ്റൺ വില്ലയുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ 2 ഗോള് ലീഡ് നേടി വിജയിച്ചു എന്ന് ഉറപ്പിച്ച സമയത്താണ് സെക്കൻഡ് ഹാഫിൽ 3 ഗോള് ആസ്റ്റൺ വില്ല തിരിച്ചടിച്ചിട്ട് ഒരു ഗോളിന്റെ 5-4 അഗ്രിഗേറ്റിൽ PSG കടന്നുകൂടി. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിൽ ഏകപക്ഷീയമായി വിജയിച്ചത് ആഴ്സണലാണ്. ആഴ്സണലിന്റെ സ്വന്തം ഗ്രൗണ്ടിൽ റയൽ മാഡ്രിഡിനെ 3-0 പരാജയപ്പെടുത്തി. ബെർണബോയിൽ വന്നിട്ട് 2-1 പരാജയപ്പെടുത്തി 5-1 അഗ്രിഗേറ്റിൽ അവര് സെമി ഫൈനലിൽ കയറി. അപ്പോ എന്റെ ഇതിപ്പോ റാങ്കിങ്ങിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് 2 അഭിപ്രായം വന്നുകൊണ്ട് അപ്പോ ഞാൻ എന്റെ അഭിപ്രായം ആദ്യം നമ്മൾ ഷെയർ ചെയ്യാണ്. എന്റെ അഭിപ്രായത്തില് 4th പ്ലേസിലുള്ളത് ഇപ്പോ ഇതില് ചിലപ്പോ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കും. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുവരെ എന്താ പറഞ്ഞാൽ ഈ സെക്കൻഡ് ക്വാർട്ടർ ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ വിലയിരുത്തിയിട്ടല്ല നമ്മൾ ഇത് പറയുന്നത്. ഞാൻ ഈ ഫസ്റ്റ് മുതൽ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ മുതൽ ഇതുവരെയുള്ള ഒരു കളി വെച്ചിട്ടാണ് പറയുന്നത്. അതിൽ എനിക്ക് 4ാം സ്ഥാനത്തുള്ളത് ഇന്റർ മിലാൻ ആണ്. ഇന്റർ മിലാൻ എന്ന് പറയുകയാണെങ്കിൽ അവര് ലൗതാറോ മാർട്ടീനസിന്റെയും ടീം ഒത്തായിട്ട് കളിച്ചിട്ടുണ്ട്. ലൗതാറോ മാർട്ടീനസ് മിന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബയണിനെതിരെ എവേയിലും ഹോമിലും ഓരോ ഗോൾ നേടിയിട്ട് ക്യാപ്റ്റൻ ആയിട്ട് ഇന്റർ മിലാനെ സെമിയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ 4ാം റാങ്ക് ആണ്. 3rd പൊസിഷനിൽ നിൽക്കുന്നത് ഞാൻ കൊടുക്കുന്നത് PSG-ക്കാണ്. PSG-ക്കാണ്. പക്ഷെ PSG സെക്കൻഡ് ഹാഫിൽ ആസ്റ്റൺ വില്ലയോട് ജസ്റ്റ് ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്താണ് ചുരുങ്ങിയതൊരു 4-5 ഗോള് വീഴേണ്ട ചാൻസ് തന്നെയാണ്. ഡൊണറോമ എന്നൊരു ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ PSG ഇന്ന് പുറത്താണ്. അത്രയും നല്ല കളി. അതിപ്പോ മുമ്പ് മുതൽ ലിവർപൂൾ ആയിട്ടുള്ള കളി ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള കളികളൊക്കെ ഈ ചങ്ങായിയുടെ ഒരു കളി നല്ല അത് അതിനു മുമ്പ് ഇഷ്ടംപോലെ സേവുകൾ ചെയ്തിട്ടുണ്ട്. അലിസൺ ബക്കർ ആ സൈഡ് സേവ് ചെയ്തപ്പോ ഈ സ്ഥലത്ത് ഡൊണറൂമയായിരുന്നു ഫോമിൽ നിന്നുണ്ടായത്. അപ്പൊ ആ ഗോൾ കീപ്പറിന്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് അവര് സെമി ഫൈനലിൽ കയറിയത്. അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല അടിച്ചിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയ്ക്ക് അത്രയും ഗോൾഡ് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ലെഗിൽ. അതിനുശേഷം 2ാം പൊസിഷനിൽ ഞാൻ കൊടുക്കുന്നത് മറ്റാരുമല്ല ആഴ്സണലാണ്. ആഴ്സണലിന് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ആഴ്സണല് ഇപ്പൊ ഈ അവസാനത്തെ കളിയിൽ റയൽ മാഡ്രിഡായിട്ട് ആധികാരികമായിട്ട് വിജയിച്ചു. അതിനൊറ്റ കാരണം എന്ന് പറഞ്ഞാല് 3-0 ലീഡായിരുന്നു അവർ അവിടെ നേടിയത്. പിന്നെ റയൽ മാഡ്രിഡ് ഇപ്പോ തീരെ ഫോമിലാണ് കളിക്കും. ഇപ്പൊ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചെറിയ ടീമുകളുടെ കൂടെ തന്നെ റയൽ മാഡ്രിഡ് വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഴ്സണല് 2 ഫ്രീ കിക്ക് ഗോളുകളിൽ 1ാം പാദത്തിൽ 3 ഗോളിന്റെ ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ബെർണബോയിലൊന്നും അവര് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. 2-1 ലീഡ്. എന്താ പറഞ്ഞാല് റയലിന് ഗോൾ അടിക്കുന്ന ആ സമയത്തുള്ള കൗണ്ടറിലും കാര്യങ്ങളിലൂടെ ആഴ്സണല് ഗോൾ നേടി വിജയിച്ചു. 5-1 ഏകപക്ഷീയമായ വിജയത്തിലൂടെയാണ് അവർ സെമിയിലെത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് നമുക്ക് വേറെ ആരല്ല. പരിക്കുകളും ഇപ്പൊ ടൈറ്റ് ഷെഡ്യൂളാണ്. പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ ബാഴ്സലോണ ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ എന്തിനും തയ്യാറായ കുറച്ച് ചെറുപ്പക്കാർ. എന്താ പറഞ്ഞാൽ അവരിപ്പോ ലാസ്റ്റത്തെ 1-2 കളി ലീഗിലൊരു കളിയും അതേപോലെ ഇതിലും ഗോൾ അടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗും ലീഗിലൊക്കെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് കുട്ടിക്കുന്നത് ബാഴ്സലോണയുടെ പിള്ളേരാണ്, ഫ്ലിക്കിന്റെ പിള്ളേർ. അപ്പൊ എനിക്ക് ആ ഒരു ചാൻസ് ആണ് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കും. റെഹാന് ഇപ്പോ വേറെ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേറെ. കാര്യം ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോന്റെ ഫുൾ പ്രൊഡിക്ഷൻ കണ്ടിട്ട് ആരുടെ പ്രൊഡിക്ഷൻ ബെറ്റർ എന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്റെ പ്രൊഡിക്ഷൻ ഇനി അപ്പോ 4ാം സ്ഥാനത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്റർ മിലാനാണ്. ഇന്റർ മിലാൻ 4th. കാരണം ഹോം ആണെങ്കിലും ബാർസക്കെതിരാണ്. ബാർസക്കെതിരെ 55-45 ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ ബാർസക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാമെന്ന് നീ പറയുന്നത്. അതെ, മറിയും. പിന്നെ പറയണത് ബാർസയാണ്. 3ാം സ്ഥാനത്ത് ബാർസയാണ്. 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചു ബാർസനെ. നീ ലാസ്റ്റത്തെ ഒരു കളി കണ്ടിട്ട് വിലയിരുത്തരുത് കേട്ടോ ബാർസനെ. ഈ ബൊറൂസിയാണ് പറയുന്നത്. ബൊറൂസിയക്ക് അവിടെ ബുണ്ടസ്ലീഗ 8ാം സ്ഥാനം ആയിക്കോട്ടെ. പക്ഷെ അവർക്ക് അവരുടെ കാണികളുടെ മുമ്പിൽ അവർക്ക് സെക്കൻഡ് ലെഗിൽ ബാഴ്സലോണയ്ക്ക് എന്തെങ്കിലും കാണിച്ചേ പറ്റും. അവർക്ക്
ജയിച്ചേ പറ്റൂ. ടൈറ്റ് സ്കെഡ്യൂൾ ആണ്, അതാണ് ഞാൻ പറയുന്നത്. ടൈറ്റ് സ്കെഡ്യൂൾ ആയതാണ് എനർജി ലോസ് ആവാം. അത് ബാർസയ്ക്ക് അതൊരു കാരണം ഞാൻ പറയില്ല. പക്ഷെ ബാർസ ഇന്റർമിലാണ്, ഇന്റർമിലാനെതിരായിട്ട് 45-55% ചാൻസ് ഉള്ളു. ജയിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. പിന്നെ ബാർസ 3-ാം സ്ഥാനത്ത് ഇരിക്കണം, കാരണം ഇവര് ലാക്ക് ഓഫ് എനർജിയാണ്. ഇപ്പോഴത്തേക്ക് ഒരു ടൈറ്റ് സ്കെഡ്യൂൾ. 30-ാം തീയതിയാണ് അടുത്ത ചാമ്പ്യൻസ് ലീഗ് ഫൈനൽസ്, ക്വാർട്ടർ സെമി ഫൈനൽസ്. അപ്പോ ടൈറ്റ് സ്കെഡ്യൂൾ 10-11 കളിയൊക്കെ ഉണ്ട് ഈ മാസം. ഏപ്രിൽ മാസം 10-11 കളിയുണ്ട്. കളിയും പിന്നെ ശേഷം വരുന്നത് മെയിലേക്കാണ് കളി വരുന്നത്. അപ്പോ ഇത്രയും ടൈറ്റ് സ്കെഡ്യൂൾ വെച്ചിട്ട് പ്ലേയേഴ്സിനെ സബ്ബാക്കി അങ്ങനെ തന്നെ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഓൾറെഡി ബാൾഡെ സെമിഫൈനൽ തിരിച്ചു വരുന്ന ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇപ്പോ എനർജി ലോസ് ആണ്, മെയിൻ എനർജി ലോസ് ആണ്. പിന്നെ ലലീഗയില് ടോപ്പ് നിക്കണം. ഇത് കോപ്പ ഡെൽ റേ സെമിഫൈനൽസ് ഉണ്ട്, പിന്നെ UCL ഇപ്പൊ ഉണ്ട്. അതാണ് ബാർസയ്ക്ക് 3-ാം സ്ഥാനത്ത്, കാരണം എനർജി ലോസ്. എല്ലാ ലീഗില്, അതേപോലെ ഫൈനല്, അതേപോലെ ചാമ്പ്യൻസ് ലീഗ്. ഇനി ഒരു 10 കളി ബാർസ ജയിക്കുകയാണെങ്കിൽ 10 കളി ലീഗിലോ ഒരു കളി തോറ്റാലും വിഷയമല്ല, 1-2 കളി ഒരു കളി തോൽക്കുന്ന സമനില വിഷയമല്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കളിയും വിജയിച്ചാല് ബാർസ പ്രാവശ്യം ഒരു ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് 2-ാം സ്ഥാനത്തുള്ള PSG ആണ്, കാരണം PSG ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ PSG വന്നിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന മാത്രമാണ്, സെൽഫ് കോൺഫിഡൻസിലൊക്കെ ആള് എത്തിക്കുന്നത്. കാരണം എൻട്രിക്കിന്റെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവര് ഓവർ കോൺഫിഡന്റ് ആയത് കാരണമാണ് സെക്കൻഡ് ഹാഫിൽ പതുക്കെ കളിക്കാന്ന് വെച്ചിട്ടാണ് 3 ഗോൾ കൺസീഡ് ആക്കിയത്. അതുപോലെ തന്നെ ഇവര് ആർസണലിന്റെ എതിര് ചെയ്യുകയാണെങ്കിൽ പിന്നെ PSG കത്തിക്കല് കഴിഞ്ഞു. ആർസണലിന്റെ കൂടെ കുറച്ച് പണി തന്നെയാണ്. നല്ല ഇതിലിപ്പോ ഇന്ററിനും ബാഴ്സലിനെക്കാളും എനിക്ക് തോന്നുന്നു നല്ല കളി കാഴ്ചവെക്കാന്ന് PSG ആർസണലാണ്. എന്താ പറഞ്ഞാല് 2 ടീമും അത്ര എനർജി കാര്യങ്ങളാണ്. ആകെ ഒരു എനിക്ക് പോരായ്മ എന്നുള്ളത് ആർസണലിന്റെ ഒരു ഡിഫൻസ് ഭാഗത്ത് ഒരു പോരായ്മ. പക്ഷെ അവര് പക്ഷെ റയൽ മാഡ്രിഡിനെതിരെ അവര് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PSG എന്ന് പറഞ്ഞാല് അവരുടെ ഒരു ഡെമ്പലിയും മറ്റേ ഇവനൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അവര് ബോക്സിലേക്ക് വരുമ്പോ അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് 3-4 സൈഡ് കൂടെ അറ്റാക്കും വരും. അതുപോലെ മിഡ്ഫീൽഡില് കളിമനയാനുള്ള പറയണ്ട 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് കാരണം അപ്പൊ ഇനി ഫസ്റ്റ് പൊസിഷനിൽ ആർസണലാണ് ഓബ്വിയസ്. കാരണം ആർസണൽ പറഞ്ഞിട്ട് കാര്യമില്ല, റയൽ മാഡ്രിഡിന്റെ ഒപ്പം 5-1 അഗ്രിഗേറ്റ് ജയിച്ചാണ്. നിങ്ങൾ പറയണ്ടായിരുന്നു മുമ്പ് അത് റയലാണ്. അത് പാലേക്ക് റയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ആണ് റയൽ കംബാക്ക് വരുന്നൊക്കെ. പക്ഷെ ഇത് റമോണ്ടാടി നടന്നില്ല, ഒരു ഇത് നടന്നില്ല. അത് കണ്ടത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ കുറച്ച് മുമ്പ് പറയണ്ടായിരുന്നു ഫ്രീ കിക്കില് അവര് ജയിച്ചല്ലേ, പിന്നെ എന്തിനാ 1-ാം സ്ഥാനത്ത് കൊടുക്കുന്ന വെച്ചാ. ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാല് അന്ന് ആ 2 ഫ്രീ കിക്ക് സംഭവിച്ചു പറഞ്ഞാല് അവിചാരിതമായിട്ടൊന്നല്ല, അത് കഴിവുകൊണ്ട് തന്നെ വന്ന്. പക്ഷെ ഈ റൈസിന്റെ ഒട്ടും പ്രതീക്ഷയുള്ള കോർട്ട് വന്ന ഗോൾ കീപ്പർ ഇങ്ങനെ ഒരു ഫ്രീ കിക്ക് അടിക്കുന്നത് സാധാ ഇവരുടെ ഡിഫൻഡറിന്റെ മുകളിൽ കൂടെയോ അല്ലെങ്കിൽ ഡിഫൻഡറെ മേലെ തട്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഗോൾ പൊസിഷനാണ് ഈ കോർട്ടോ ഗോൾ കീപ്പർ ഈ സൈഡ് ചേർന്ന് നിന്നുണ്ടായിരുന്നു. പക്ഷെ ബോള് വന്നത് ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നത്. പക്ഷെ ആർസണലിൽ കഴിവുണ്ട്, ഫ്രീ കിക്ക് തട്ടി പറിക്കാനും കഴിവ്. പക്ഷെ എപ്പോഴും ഈ ഫ്രീ കിക്ക് കിട്ടണം, ഫ്രീ കിക്ക് ഗോൾ ആവണമെന്ന് പറയാൻ പറ്റില്ല. അതെ, പക്ഷെ ഈ കളി തന്നെ ലാസ്റ്റ് പറഞ്ഞു അവന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ 2 ഫ്രീ കിക്ക് നൽകി. 2 ഫ്രീ കിക്ക് മേടിച്ചു അവര് അത്രയ്ക്ക് കഴിവുണ്ട് ഫ്രീ കിക്ക് മേടിക്കാൻ. അതുപോലെ തന്നെ ഇവരിന്റെ ഒപ്പം PSG ഒപ്പം കഴിവുള്ള പോലെ തന്നെ ഫ്രീ കിക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് ഫൈനലിലേക്ക് ആർസണലില്. അപ്പൊ ഫൈനൽസിൽ എന്റെ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ ബാർസ വേഴ്സസ് PSG ആയിരിക്കും, അല്ലെങ്കിൽ ആർസണൽ. അതാണ് എന്റെ ഫസ്റ്റ് റാങ്കിങ് ആർസണലിന് കൊടുത്തത്. കാരണം എന്താന്ന് വെച്ചാൽ ആർസണലിൽ ഫ്രീ കിക്ക് കിട്ടിയാൽ പിന്നെ പോകും. ഫ്രീ കിക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. റാങ്കിങ്ങില് ഞാൻ വിലയിട്ടത് പറഞ്ഞാല് 1-ാം സ്ഥാനത്ത് ബാഴ്സലോണ, 2-ാം സ്ഥാനത്ത് ആർസണൽ, 3-ാം സ്ഥാനത്ത് PSG, 4-ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ. എന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് ആർസണൽ, 2-ാം സ്ഥാനത്ത് PSG, 3-ാം സ്ഥാനത്ത് ബാർസ, 4-ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ. അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രൊഡക്ഷൻ ഞങ്ങളുടെ പോലെ തന്നെ നിങ്ങൾക്കും വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രൊഡക്ഷൻ ഒന്ന് കമന്റ് ബോക്സിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഏതായിരുന്നു ബെറ്റർ എന്നും കമന്റ് ബോക്സിൽ അടിക്കാം. അത് കളി കഴിഞ്ഞാൽ അറിയാലോ. കളി കഴിഞ്ഞിട്ട് അറിയണ്ട, കളി കഴിഞ്ഞിട്ടാണല്ലോ അതറിയാം. അത് നിങ്ങളായിട്ട് ഒരു ഗസ്റ്റ് അടിക്കുക ആരിന്റെ ബെറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ടാറ്റാ ബൈ ബൈ.